റോമർക്കെഴുതിയ ലേഖനം 6:22. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു. യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തി എങ്ങനെ പാപത്തിൽ നിന്നും അതിനാലുള്ള ശിക്ഷാവിധിയിൽ നിന്നും വിമോചനം പ്രാപിച്ച് രക്ഷയിൽ വളരുന്നു, നിത്യജീവൻ ധാരാളമായി പ്രാപിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് പൗലോസ് ഇവിടെ. യേശുക്രിസ്തുവിനോട് സ്നാനമേറ്റ് ചേർന്ന ഓരോരുത്തരും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അതായത്, ഞാൻ ക്രിസ്തുവിൽ നിന്ന് ജീവൻ പ്രാപിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്നതിനാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം എനിക്കുണ്ടായിരിക്കണം എന്ന ചിന്തയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഈ അനുഭവവും അറിവും ഇല്ലാതിരുന്ന കാലത്തിൽ നിന്ന് ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്നു. കാരണം ഇപ്പോൾ പാപത്തിൽ നിന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. പക്ഷേ വീണ്ടും അതിൽ കുടുങ്ങി അടിമപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരിക്കൽ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായി, ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച് വിശുദ്ധന്മാരെന്ന ദൈവത്തിൽ നിന്ന് പദവി പ്രാപിച്ചു. അങ്ങനെ നാം ദൈവത്തിന് വിശുദ്ധന്മാരാകയാൽ, ദൈവത്തിൻ്റെ ജീവൻ പ്രാപിച്ചവരാകയാൽ ആ ജീവനിൽ വളരുന്നു. എന്നാൽ അതിന് ഒരു ദിവസമോ കാലമോ കൊണ്ട് അവസാനിക്കുന്നതല്ല. അതിൻ്റെ അവസാനം നിത്യജീവൻ എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതിനർത്ഥം നാം ദൈവത്തിൻ്റെ നിത്യജീവനിൽ അവസാനത്തോളം നിലനിൽക്കുകയും അതിൽ വളരുകയും ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. നമ്മുടെ നിത്യജീവൻ്റെ ഉറപ്പുകൂടെയാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചതിനാൽ ഇനി മരണത്തിന് നമ്മെ കീഴടക്കാനാവുകയില്ല. നിത്യനരകമെന്ന രണ്ടാം മരണത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യത്തിൽ അവസാനം വരെ നിലനിന്നാൽ ഉറപ്പായും നിത്യജീവനിൽ ദൈവത്തോടൊത്ത് വസിക്കും. എന്നാൽ നിലനിൽക്കാനാകുമോ എന്ന ആശങ്കയോ ഭയമോ ആവശ്യമില്ല. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തോടുള്ള സ്നേഹവും ഉണ്ടെങ്കിൽ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ അതിന് ശക്തീകരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.